യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ദൈവകുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സർവ്വത്തിൽ എല്ലാവരും ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ഹല്ലേലൂയ. ആമേൻ. കൈകൾ വീശി വന്ന് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയെ നോക്കി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ
ദൈവമാതാവിന്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ മാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ നിയോഗങ്ങളുടെ മേല്, അവർ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേല് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. സ്നേഹത്തോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു. വചനത്തിന്റെ നിറവ് നൽകുന്നു. അടയാളങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2019 ജൂൺ 21 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ജോമോൾ ടിജോ. ഞാൻ ഉല്ലല സെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വൈക്കം താലൂക്ക് സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, നമ്മുടെ ഒരു ബന്ധു ഇവിടെ ഉടമ്പടി ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പം ഇവിടെ അന്ന് ആരാധന നടക്കുന്ന സമയമായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുറകിൽ ആ ഗേറ്റിൻ്റെ അവിടെയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത്. എല്ലാവരും നിൽക്കുമായിരുന്നു, ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കാലിന് മരവിലുള്ളവർ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലിന് മരവിലുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ്റെ അടുത്ത പ്രാർത്ഥന, ആധാരം പ്രശ്നമുള്ളവരും ആധാരം ഭാഗം ചെയ്ത് കിട്ടാത്തവരും എല്ലാവരും അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരുന്നു. ആരാധന തീരുന്ന സമയത്തായിരുന്നു ഞാൻ വന്നത്. ആരാധന കഴിഞ്ഞതേ ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം
എനിക്ക് ഈ പച്ചത്തിരി നീലത്തിരി കത്തിക്കുന്നതിൽ ഡൗട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൈപ്പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ആ ഡൗട്ടെല്ലാം മാറി. ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ തന്നെ എന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ RMO വിളിച്ചിട്ട് NHM നേഴ്സായിട്ട് ജോലി ഞാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെൻ്റെ ജോലി 2 ദിവസം മുമ്പ് അതിൻ്റെ കരാർ തീർന്നായിരുന്നു. അപ്പം അത് വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് തന്നെ വിളിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് NHM നേഴ്സായിട്ട് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ആദ്യത്തെ 2019 ഉടമ്പടി എടുത്ത ആദ്യത്തെ 3 മാസത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു ശക്തി വന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് MSc നഴ്സിംഗ് പഠിക്കണമെന്നൊരാഗ്രഹം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ, ഉടമ്പടി എടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്നൊരാഗ്രഹം തോന്നി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം ആ ആഴ്ചയിൽ തന്നെ ന്യൂസ് പേപ്പറിൽ MSc നഴ്സിങ്ങിനുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഞാനപ്പോൾ ഉടമ്പടി കാശ് രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ MSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എഴുതി, അത് ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ MSc നഴ്സിങ്ങിന് പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളുമായി സെപ്റ്റംബർ 24-ാം തീയതി തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ NHM ആയിട്ട് ഞാൻ 3 മാസം വൈക്കം താലൂക്ക് ആശുപത്രി ജോലി ചെയ്ത് 17,500 രൂപ അതേ സാലറിക്ക് തന്നെ എനിക്ക് MSc നഴ്സിംഗ് പഠിക്കാൻ ഗവൺമെൻറ് കോളേജിൽ അവസരം കിട്ടി. ഞാനപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനകൾ, അച്ഛൻ്റെ സ്പീച്ചുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഈ 3 മാസം ഞാൻ ആ ഉടമ്പടിയുടെ 3 മാസം ഞാൻ എല്ലാം പത്രം കുറേശ്ശൊക്കെ ബാലൻസ് വന്നു. അന്നൊന്നും എനിക്ക് വലിയ ബോധ്യമില്ലായിരുന്നു. കുറച്ച് ബാലൻസൊക്കെ വന്നു. പിന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം, ഉപ്പ്, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. തേന്, കാശ് രൂപമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് രാവിലെ എന്നും 5:30 അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, രാത്രിയിലെ പ്രാർത്ഥന ചെല്ലും, എന്നും പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു. എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഉടമ്പടി 3 മാസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ ഇതായെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ അച്ഛൻ്റെ സ്പീച്ച് കേൾക്കുകയും ബൈബിൾ വായന 1/2 മണിക്കൂറും ഡെയിലി മാസും എല്ലാം കുമ്പസാരവും എല്ലാ ശനിയാഴ്ച ഫാസ്റ്റിംഗ് എടുക്കലും എല്ലാം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2 വർഷം MSc നഴ്സിംഗ് പഠിച്ചു. പക്ഷേ ഞാൻ ആദ്യത്തെ 3 മാസം ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ എൻ്റെ ബ്ലീഡിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പെട്ടെന്ന് സ്റ്റോപ്പായി. ഞാൻ 2016 തൊട്ട് ഒരു 3 വർഷം ഞാൻ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 10 ദിവസം കൂടുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു. അപ്പം ഈ ബ്ലീഡിങ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ബ്ലീഡിങ് പ്രോബ്ലം സ്റ്റോപ്പായി. അതുകൊണ്ട് എനിക്ക് ആ 2 വർഷം MSc നഴ്സിംഗ് സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റി. ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ 2 വർഷം കോഴ്സ് തീരുന്ന ഒരു 6 മാസം മുമ്പ് ഞാൻ മറന്നുപോയി. ഉടമ്പടിയുടെ പകുതി കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ പതുക്കെ ഉടമ്പടിയിൽ നിന്ന് വിടാൻ പോകുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഉടമ്പടിയുടെ എല്ലാം തന്നെ വിട്ടു. ഫാസ്റ്റിങ്ങും എനിക്ക് എടുക്കാൻ പറ്റാണ്ട് എനിക്ക് അൾസർ പ്രോബ്ലംസൊക്കെ വന്ന് ഞാൻ അങ്ങനെ പൂർണ്ണമായി വിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടായി. അപ്പം ഞങ്ങൾ കാരിത്താസിൽ ബാബു എന്ന് പറയുന്ന സാറിനെ കാണിച്ചു. ലാപ്രോസ്കോപ്പി വഴി മയോമ ഉണ്ടെന്ന് പറഞ്ഞ് ലാപ്രോസ്കോപ്പി വഴി നോക്കിയപ്പോൾ മയോമയൊന്നും ഇല്ല, എൻഡോമെട്രിയോസ് ആണെന്ന് പറഞ്ഞ് ബ്ലീഡിങ് വരാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. 6 മാസത്തേക്ക് ഇനി നിനക്ക് ബ്ലീഡിങ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം വീണ്ടും എന്നെ 6 മാസത്തേക്കും കൂടി ബ്ലീഡിങ് ഇല്ലാണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ബ്ലീഡിങ് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് കോഴ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉടമ്പടിയുടെ കാര്യമെല്ലാം മറന്നുപോയല്ലോ. പിന്നെ ഞാൻ MSc നഴ്സിംഗ് കോഴ്സ് തീർന്നു. അപ്പോൾ ആദ്യത്തെ ഈ 3 മാസത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഗവൺമെൻറ് ജോബ് ഈശോ സ്ഥിരമാക്കി തന്നായിരുന്നു. ഒരു 88 റാങ്കിൽ ഞാനൊരു PSCയിൽ ഗവൺമെൻറ് നേഴ്സ് ഒരു ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അതെനിക്ക് ഈ ആദ്യത്തെ 3 മാസം തന്നെ എനിക്ക് ആ പോസ്റ്റ് കിട്ടി, അഡ്വൈസ് മെമ്മോ കിട്ടി, കയ്യിലുണ്ട്. ഞാൻ MSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി. പിറ്റേ ദിവസം സെപ്റ്റംബർ 23-ന് കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. 24-ന് തന്നെ ഗവൺമെൻറ് ജോബും ദൈവം തന്നു. അങ്ങനെ ഞാൻ അതിന് ചേർന്ന് വൈക്കത്ത് ആശുപത്രിയിൽ വീണ്ടും ഗവൺമെൻറ് നേഴ്സായിട്ട് PSCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ബ്ലീഡിങ് പ്രോബ്ലം നമ്മളെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ ബ്ലീഡിങ് കാരണം പലതവണ നമ്മൾ ഈ ബാബു എന്ന് പറയുന്ന ഡോക്ടറെ കാരിത്താസിൽ കാണിച്ചു. അതിൻ്റെ നമുക്ക് 21 ദിവസം റെഗുലർ ആകാൻ കുറേ ഹോർമോൺ ടാബ്ലറ്റ് തരും. അത് കഴിച്ച് ആ 1 മാസം റെഗുലർ ആയിരിക്കും ബ്ലീഡിങ്. പിന്നെ ആ 3 ദിവസത്തെ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ഗുളിക സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 മാസത്തോളമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഹോർമോൺ ടാബ്ലറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല. ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്കത് യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് നമുക്ക് കൃപാസനം ഒന്ന് പോകാമെന്ന്. അപ്പോഴാണ് വീണ്ടും ഈ ഉടമ്പടിയുടെ കാര്യം ഓർക്കുകയും വീണ്ടും വരികയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ 2022 തൊട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിച്ചു വരികയാണ്. 2022 ഉടമ്പടി പുതുക്കി. പിന്നെ എനിക്ക് വീണ്ടും ഈ ബ്ലീഡിങ് പ്രോബ്ലം അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ട പോലെ സ്റ്റോപ്പായി. പിന്നെ ഇതുവരെ നമുക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നിട്ടില്ല.
പിന്നെ എനിക്ക് ഈ റൈറ്റ് ഇവരുടെ സ്ഥലത്ത് ഫ്ലാങ്ക് റീജിയനിൽ ഒരു ഓവേറിയൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് വേദന ഉണ്ടായിരുന്നു. ആ വേദനയെല്ലാം പോയി. പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ആരാധന, എനിക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് തൈറോയിഡൈറ്റിസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ആരാധനയെ പറഞ്ഞു വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയുള്ളവരുടെ വേദന പോകുന്നു. അപ്പം ഞാൻ ഈ വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനത് വിശ്വസിച്ച്, എനിക്ക് പഴയ ഒരു ആരാധന കേട്ടെ, ഞാൻ വിശ്വസിച്ചത് എൻ്റെ ഉപ്പൂറ്റിയുടെ വേദനയാണ് അച്ഛൻ പറയുന്നതെന്ന് വിചാരിച്ച് ഞാനതങ്ങ് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് പതുക്കെ ആ വേദന മാറി. 1 മാസത്തിനുള്ളിൽ തന്നെ ആ ഉപ്പൂറ്റി വേദന പോയി. ഇപ്പം എനിക്ക് 2 വർഷമായിട്ട് ഉപ്പൂറ്റി വേദന ഇല്ല. പിന്നെ എനിക്ക് അതുപോലെ ഈ അച്ഛൻ്റെ ആരാധനയിൽ ഓരോ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ ഞാൻ അടുക്കളയിലാണല്ലോ എപ്പോഴാണല്ലോ ഈ സ്പീച്ച് കേൾക്കുന്ന സമയത്തൊക്കെ ഫുള്ള് പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ഫുള്ള് വേദനകളാണ്. റൈറ്റ് നീ ജോയിൻറ്റ് പെയിൻ അങ്ങനെ മാറിക്കിട്ടി. ഈ ഫ്ലാങ്ക് റീജിയനിലുള്ള പെയിൻ മാറിക്കിട്ടി. കഴിഞ്ഞ ദിവസം ഈ വർഷം ജനുവരി തൊട്ട് എനിക്ക് മൈഗ്രെയിൻ പോലത്തെ ഒരു ഹെഡേക്ക് ആയിരുന്നു. എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പം ഹെഡേക്ക് കാരണം ഛർദ്ദിക്കാൻ വരുമോ, എന്തെങ്കിലുമൊക്കെ പാരസെറ്റാമോൾ കഴിച്ചാൽ നൈറ്റ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും ഉപയോഗിക്കും. ഈ 2022 തൊട്ട് എന്നും ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിക്കും. തേന്, ഉപ്പ്, കാശുരൂപ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് എപ്പോഴും. ഞാൻ കാശുരൂപമൊക്കെ എന്നും ബാഗിലുണ്ടാകും. ഉപ്പും തേനൊക്കെ മനസ്സിൽ മാതാവ് കൊടുക്കാൻ പറയുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനും ഒക്കെ ഞാൻ കൊടുക്കും. 5 കൃപാസന പത്രം എപ്പോഴും നമ്മുടെ ബാഗിലുണ്ടാകും. അങ്ങനെ ഈ 2020 എല്ലാ ആഴ്ചയിലും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. അതുകൂടാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങൾ കേൾക്കൽ കുറവായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് എനിക്ക് കഴിഞ്ഞ 3 മാസം പുതുക്കലിനാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായത്. ആ സാക്ഷ്യങ്ങൾ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ 2019 തൊട്ട് നമുക്ക് ഗവൺമെൻറ് ജോബും ബ്ലീഡിങ് എല്ലാം മാറി MSc പഠിക്കാൻ പറ്റി. എങ്കിലും നമുക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം വന്നില്ല, നമുക്ക് മനസ്സിൽ തോന്നിയില്ല. ഇപ്പോഴാണ് നമുക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് സാക്ഷിയാകാൻ ഇവിടെ സാധിച്ചത്. ഞാൻ ഇപ്പം സാക്ഷ്യം പറയാൻ കാരണം ഈ ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും, അപ്പം ഞാൻ ആദ്യം വന്നപ്പോഴേ അച്ഛനോട് അനൗൺസ് ചെയ്യല്ലോ, ആധാരത്തിന് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അപ്പോൾ ഈ 3 മാസം മുമ്പ് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ഈ ഡെയിലി ബ്രെഡിലെ പ്രെയർ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരുന്നു. കാരണം നമ്മൾ പാസീവായിട്ടിരിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊരു ദിവസം കൊച്ചിന് വയറിളക്കം വന്നു, രാത്രി മുഴുവൻ വയറിളക്കമായി. വിഷുവിന്, ഈ വർഷം ഏപ്രിൽ, അപ്പോൾ വിഷുവിൻ്റെ രാത്രിയാണ്. അപ്പം ഏപ്രിൽ തലേദിവസം, പിറ്റേ ദിവസം വിഷുവാണ്, രാത്രിയിലാണ് കൊച്ചിന് വയറിളക്കം. ഞാൻ തേനും ഉപ്പൊക്കെ കൊടുത്തു, കൊച്ചിന് രാത്രി മുഴുവൻ കഞ്ഞിയൊക്കെ അടിച്ചു കൊടുത്തു, കുടിവെള്ളമൊക്കെ കൊടുത്തു, കാപ്പി വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ വരാണ്ട് നോക്കുക. ഇപ്പോൾ രാവിലെ 5:30 എനിക്ക് വിഷമം. അന്ന് ഡ്യൂട്ടിക്ക് നമുക്ക് വിളിച്ചൊന്നും പറയാൻ വരത്തില്ലെന്ന്, കാരണം ഹിന്ദുക്കളെല്ലാം ലീവ് എടുക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഈ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയാണ്, കൊച്ചിനി ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ വന്ന് ആന്തരിക അവയവങ്ങൾക്ക് വല്ലതും കേടുണ്ടാകുമോ, കിഡ്നി ഇഞ്ചുറിയൊക്കെ ആകുമോ, ഡീഹൈഡ്രേഷൻ വരുമോ, ഇതൊക്കെ എൻ്റെ പേടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം അച്ഛൻ അന്നത്തെ ഡെയിലി ബ്രെഡിൽ പറയാണ്, ആന്തരിക അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുമോ എന്ന് പേടിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സ്ട്രൈക്കായി. അന്നോട്ട് ഞാൻ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കാണാൻ തുടങ്ങി. അന്നോട്ട് എനിക്ക് ഡെയിലി ബ്രെഡ് ഒരു അനുഭവമായി. അപ്പം ഞാൻ ഡെയിലി ബ്രെഡ് കാണണമെന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകാരോടും. എനിക്ക് ഈ മാതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്ന എല്ലാവരെയും, ദുരന്തത്തിൽ പോകുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാവരോടും ഞാൻ ഈ ഡെയിലി ബ്രെഡിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ ഡെയിലി ബ്രെഡ് കണ്ട് അങ്ങനെ ഈ 3 മാസം മുമ്പ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയപ്പം ആധാരം ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ഈ ആഴ്ച മുഴുവൻ ഡോക്യുമെൻ്റ് പ്രെയർ ആയിരിക്കും, നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും തടസ്സമുണ്ട് അതൊക്കെ എടുത്ത് വെക്കാമോ. ഞാൻ ആധാരം എല്ലാം എടുത്തു. എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആധാരം ഈ എവിടെയൊക്കെയാണോ അതിൻ്റെ സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറമ്പിലും ഞങ്ങളുടെ സൈഡിലും വീടിൻ്റെ സൈഡിലും ഒക്കെ ഈ തിരിയൊക്കെ ആയിട്ടിരുന്ന് പോയി പ്രാർത്ഥിക്കുകയും ഈ ആധാരം വെച്ച് എല്ലാ ദിവസവും അച്ഛൻ്റെ ഈ ഡോക്യുമെൻ്റ് പ്രെയർ കൂടുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ദിവസം ഞാൻ വെറുതെ ഒരു സ്പീച്ച് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, 42 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകുന്നു. അപ്പം ഞാൻ 42 എന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്തോ ക്ലിക്ക് ചെയ്തു. അപ്പം തൊട്ട് ഈ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം അനങ്ങി തുടങ്ങി. പപ്പ വഴി നമ്മുടെ സ്ഥലത്തിന് ആധാരമേ ഇല്ലായിരുന്നു, ആധാരത്തിൻ്റെ ഒരു കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോപ്പി വെച്ച് അത് ഇപ്പം പണ്ട് കേസിലായി അതിങ്ങനെ 3 പേരുടെ പേരിലാണ് ആ കോപ്പി ഉള്ളത്, നമ്മുടെ ചാച്ചൻ്റെ പേരിലല്ല ആധാരം. അങ്ങനെയല്ല, അതെല്ലാം പതുക്കെ നമ്മുടെ ഈ 2019 ഉടമ്പടി തൊട്ട് ആ പേപ്പറുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ചാച്ചൻ്റെ പേരിലാക്കിയായിരുന്നു. നമ്മൾ ഈ പത്രത്തെ പരസ്യം കൊടുത്ത് ആധാരമൊക്കെ ആക്കി പലരുടെ പേരിലുള്ള അവരെല്ലാം പോയി കണ്ട് പപ്പ വഴി എഴുതിപ്പിച്ചെല്ലാം ദൈവം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ 42 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേരിൽ ആധാരമാക്കി കിട്ടി. ഈ ആധാരമാക്കി കിട്ടിയെന്ന് മാത്രമല്ല, അപ്പം ആധാരം എഴുതിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മിറ്റം
നമ്മുടെ ആധാരത്തിലില്ല, എഴുതിച്ച ആധാരത്തിലില്ല. മിറ്റം ഒരാധാരം അനിയൻ അവൻ്റെ വീട് പണിയാൻ വേണ്ടി പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആധാരത്തിലാണ് നമ്മുടെ വീടിൻ്റെ മിറ്റത്തെ 5 സെൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, ആ 5 സെൻറ്റ് ഫ്രണ്ടിലത്തെ മിറ്റം ഇല്ലാണ്ട് എങ്ങനെയാണ് സാക്ഷ്യം പറയണേ? കുഴപ്പമുണ്ടോ? ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ. അപ്പം അടുത്തൊരു ആരാധന കേട്ടപ്പം, ഏതൊക്കെ പഴയ ആരാധന എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമല്ലോ. അപ്പോൾ അച്ഛനൊരു ആരാധനയെ പറയാണ്, നിങ്ങൾക്ക് ഇനി ബാക്കി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് 72 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ 72 പിന്നെ എന്നെ ക്ലിക്ക് ചെയ്തപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ നമുക്ക് ആ ആധാരം കൂടി പണയത്തിലിരിക്കുന്ന അവൻ്റെ ആധാരം കൂടി എടുക്കാം. അപ്പം പപ്പ പറഞ്ഞു, 22 ലക്ഷം രൂപ, അത് നമുക്ക് പ്രോബ്ലം ആകത്തില്ല, ഇങ്ങനെ എല്ലാം കൂടി ആകെ സ്ട്രഗിൾ ആകത്തില്ല. അപ്പം ഈ അച്ഛൻ്റെ ഒരു 72 എന്നുള്ള അച്ഛൻ്റെ വായിലൂടെ ദൈവം തന്ന നമ്പറിൽ ഞാനങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ചാച്ചനോട് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞ ആധാരം എടുക്ക്, പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലവും കൂടി അപ്പോൾ 22 ലക്ഷത്തിന് അങ്ങ് എഴുതി തരാം. അങ്ങനെ ഞങ്ങൾ 22 ലക്ഷം രൂപ കൊടുത്ത് ആ ആധാരം, പണയം വെച്ച ആധാരം എടുത്തു. ആധാരം എടുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ROR കിട്ടാനൊക്കെ ചെറിയ പ്രോബ്ലം തോന്നി. അത് വില്ലേജ് ഓഫീസർ പിന്നെ നാളെ വാ മറ്റന്നോ അങ്ങനെ പറഞ്ഞു വിട്ടപ്പം പപ്പയ്ക്ക് പേടിയായി. പപ്പ പറഞ്ഞു, എടി ഞാൻ നോക്കിയപ്പം ഇത് നമുക്ക് കിട്ടത്തില്ലെന്നാണ് ബൈബിളിൽ പറയണതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം തന്നെ, എന്നോട് അങ്ങനെയല്ലല്ലോ ഈശോ പറയുന്നതെന്ന് പറഞ്ഞു, ഞാൻ വേഗം തന്നെ ബൈബിൾ എടുത്തപ്പം മത്തായി 7:7, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുവോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് എത്രയോ അധികമായി നൽകാതിരിക്കുകയില്ല. ഈ വചനം എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്തി. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ അങ്ങനെയല്ല, ഈശോ പറയുന്നത് നമുക്ക് ചോദിക്കുന്നത് തരും എന്നാണ്. അങ്ങനെ പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു ചെറിയ പാക്കറ്റിനകത്താക്കി പപ്പയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു വിട്ടു. അന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞേട്ടാ, ഇതിന് ROR ഒന്നും വേണ്ട, നീ ഇപ്പം തന്നെ ഒരു ആധാരം ചെയ്തല്ലേ ഉള്ളൂ, ഇനി ROR ഒന്നും വേണ്ട, വേഗം പോയി ആധാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ 72 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ ആധാരവും മിറ്റവും നമുക്ക് പുറകിലുള്ള കുറച്ച് സ്ഥലവും കൂടി വാങ്ങിക്കാൻ വീതം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാതാവ് ഞങ്ങളെ ഇവിടെ ഉയർത്തി. ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ MSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 17,500 രൂപയിൽ 1,750 രൂപ ഞാൻ പലതവണ നമ്മുടെ തോമസ് ചേട്ടന് അവിടെ മെഡിക്കൽ കോളേജിലെ ഫുഡും രോഗികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പലതവണ അങ്ങനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് ഈ റൈൽസ് ടു ഫീഡൊക്കെ ഞാൻ പഠിക്കുവാണ്, അവിടെ സ്റ്റാഫിനൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ കൃത്യം ഈ റൈൽസ് ടു ഫീഡ് കൊടുക്കാൻ ശ്രദ്ധിക്കും. കാരണം അത് ആർക്കും താല്പര്യമില്ല ഈ റൈൽസ് ടു ഫീഡൊക്കെ കൊടുക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ മിക്കവാറും രോഗികൾക്ക് അവസാനത്തെ വെള്ളം കൊടുക്കുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നും. ഇത് ചിലപ്പം ആ രോഗിക്ക് ഞാൻ കൊടുക്കുന്ന അവസാന കിട്ടുന്ന വെള്ളമായിരിക്കും എന്ന് തോന്നും. പിറ്റേ ദിവസം ആ രോഗികൾ അവിടെ ഉണ്ടാകാറില്ല. അങ്ങനെ ICUവിലെ പല രോഗികൾക്ക് ഓറൽ ഫുഡൊക്കെ നമ്മൾ അസിസ്റ്റൻസ് വേണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ മിക്കവർക്കും അവരുടെ അവസാന ഫീഡാണെങ്കിൽ എൻ്റെ മനസ്സിൽ ദൈവം, അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ അവിടെ ഒരു അപ്പച്ചൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പോൾ അപ്പച്ചൻ ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാണ്. അവിടെ കട്ടിലേക്ക് കിടന്ന് പൊളയുവാണ് വേദന കൊണ്ട്. അപ്പോൾ എല്ലാവരും ഹാർട്ടിനെ റെഡിയാക്കാനുള്ള മെഷീൻസൊക്കെ ഉപയോഗിച്ച് സർവൈവ് ചെയ്യുമ്പം അപ്പച്ചൻ ദാഹിക്കുന്നത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ട് ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ട് അവിടെ ഒരു പുറത്തൊരു അക്വയിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അപ്പച്ചന് കൊടുത്തു. ആ വെള്ളം കുടിച്ച ഉടനെ അപ്പച്ചൻ കുടിച്ചു കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ശാന്തമായിട്ട് അവിടെ കിടന്നു. പിന്നെ അപ്പച്ചൻ മരിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം മനസ്സിൽ തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡയാലിസിസിലാണെങ്കിൽ ഞാൻ ഇവിടെ വൈക്കം താലൂക്ക് ആശുപത്രി ജോലി ചെയ്തപ്പം നമ്മൾ അപ്പച്ചന്മാരൊക്കെ അറിയും, ഞാൻ അവർക്ക് ഭാരമാണെന്ന് ഓർത്തപ്പോൾ ഞാൻ അവരെയൊക്കെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. വേറെ മതസ്ഥരാണ്, പക്ഷേ ഞാൻ ബൈബിൾ വായിച്ച് ഒരു ദിവസം ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തു, നിസ്സഹായനായ വൃദ്ധൻ്റെ പ്രാർത്ഥന. അപ്പച്ചന് അതായിരുന്നു വേണ്ടത്. അപ്പച്ചൻ്റെ മക്കൾ അപ്പച്ചന് ഒരു ഭാരമാണെന്ന് അപ്പച്ചന് തോന്നലായിരുന്നു. അപ്പം നിസ്സഹായനായ വൃദ്ധൻ്റെ പ്രാർത്ഥന ഞാൻ വായിച്ച് വെച്ചപ്പോൾ ഞാനും അത് ആദ്യമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. അപ്പച്ചന് ഭയങ്കര ആശ്വാസമായി. അപ്പച്ചൻ പിന്നെ അടുത്ത ആഴ്ച തന്നെ മരിച്ചുപോയി. അപ്പച്ചന് ആ ഭാരം എന്നുള്ള സങ്കടം മാറി. ഞാനും അത് മരിക്കണം എന്നല്ല പ്രാർത്ഥിച്ചത്, അപ്പച്ചനെ ആശ്വസിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ഡയാലിസിലെ രോഗികൾക്ക് നമ്മൾ കൊച്ചിൻ്റെ കുർബാന കൊള്ളപ്പാടിന് 18,000 രൂപ നമുക്ക് കിട്ടിയായിരുന്നു കളക്ഷൻ. ആ 18,000 രൂപ നമ്മൾ രോഗികൾക്കായിട്ട് ഒരു ആളുടെ മകൾക്ക് കല്യാണം കൊടുക്കാനും പിന്നെ മെഷീൻ BP അപ്പാരറ്റസ് ഒക്കെ മേടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക്. പിന്നെ ഈ വൈകിട്ടാശിൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ട് രോഗികൾക്ക് കിട്ടും, സംഘടനകളൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ ഇറച്ചി മീനൊക്കെ അവർക്ക് കിട്ടത്തില്ല, അപ്പോൾ അതൊക്കെ ഒലത്തിയും വറുത്തുമൊക്കെ കൂടെ കുറേ നാളായിട്ട് കിടക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഈ രാത്രിയിൽ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വീട്ടിലെ ക്ലേശങ്ങളൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഞാൻ തേനും കാശ് രൂപവും അതൊക്കെ കൊടുക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ബാഗിൽ കാശ് രൂപവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ മാസവും 1,500 രൂപ വീതം ഒരു ധ്യാന കേന്ദ്രത്തിൽ അയക്കുന്നുണ്ട്.
ഒരു വർഷത്തിൽ കൂടുതലായി അങ്ങനെ അയക്കുന്നു. പിന്നെ വിധവകളായിട്ടുള്ളവർക്ക് കുറച്ച് പൈസയൊക്കെ 1000 രൂപ വീതമൊക്കെ കൊടുക്കാറുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. കുർബാനക്കുള്ള ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ ഒരു മാനസിക രോഗികൾ ഒരു 24 പേരുള്ള ഒരു മാനസിക രോഗികളുള്ള വൈക്കത്തുണ്ട്. അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചിക്കൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ കൃപാസനത്തിൽ വന്നുകൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തികൾ എപ്പോഴും ചെയ്യണം എന്നൊരു ഇത് വരും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പായി പോയേനെ. പിന്നെ മരണം വരെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയിൽ ഈ ചൈതന്യത്തിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ 2 അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പപ്പയ്ക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പപ്പ തന്നെ പറയൂ അത്. ആദ്യമായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും കൃപാസനത്തിന് സാക്ഷിയാക്കിയതിന് ദേവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ടിജോ. ഞാൻ ഉല്ലല ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഇടവകാംഗമാണ്. 5/5/2022 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞാണ് നടക്കുന്നത്. ഈ ഉടമ്പടി ദേവമാതാവിൻ്റെ സംരക്ഷണം കൊണ്ട് ഞാൻ 2 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് 2023 മലയാറ്റൂർ മലയിൽ നിന്ന് മലയെല്ലാം കയറി തിരിച്ച് വന്ന് ഞങ്ങൾ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. മല കയറിയതിൻ്റെ ക്ഷീണത്തിലായിരുന്നു ഞാൻ. ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടിയിൽ ഉറങ്ങിപ്പോവുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് കണ്ണെന്ന് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഒരു വലിയൊരു മരത്തിലോട്ട് നിന്ന് മരത്തിലിടിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ വണ്ടി വെട്ടിച്ചു. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാർക്ക് ചെയ്യുന്ന കാറിൽ ഇടിച്ച് എൻ്റെ വണ്ടി നിന്നു. വണ്ടിക്ക് സാരമായ പരിക്കുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പരിക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കാറിന് ഇറങ്ങി വരാനും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇതിനേലും വലിയൊരു ഇതെന്താ വെച്ചാൽ എൻ്റെ വണ്ടി ഇടിച്ച് നിൽക്കുന്നത് ഒരു വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിലാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലാകട്ടെ ഒരു വലിയൊരു പെട്രോൾ പമ്പുമാണ്. ഞാൻ വന്ന സ്പീഡിൽ തന്നെയാണ് വണ്ടി അവിടെ ചെന്ന് ഇടിച്ചിരുന്നതെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഇടിച്ചു ചേർത്ത് ഞങ്ങൾ പെട്രോൾ പമ്പിൽ പോയി നിൽക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ആഴം എനിക്ക് മനസ്സിലാകുന്ന അടുത്ത ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത ഇതാണ്. കാർ ഓട്ടത്തിനിടയ്ക്ക് ഉറങ്ങിപ്പോയ ഒരു മകളും 10 വയസ്സുള്ളൊരു മകളും ഒരപ്പനും അമ്മയും മരണപ്പെട്ട വാർത്തയാണ് അടുത്ത ദിവസം പത്രത്തിൽ ഞാൻ കണ്ടത്. അപ്പോഴാണ് മാതാവ് എന്നെ എന്തുമാത്രമാണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നത്. അടുത്ത സാക്ഷ്യം, എനിക്ക് ആട് വളർത്തുണ്ടായിരുന്നു. അപ്പോൾ ആടിന് പുല്ലി എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ഏക്കർ ഒരു വലിയൊരു നിലമുണ്ട്, അവിടെയാണ് പോകുന്നത്. 5 ഏക്കർ നിലമെന്ന് പറഞ്ഞാൽ ഒരു 20 ഏക്കർ നിലത്തിലാണ് ഇരിക്കുന്നത്. അതായത് എനിക്ക് അവിടെ എന്ത് സംഭവിച്ചാലും എന്നെ അവിടെ ആരും കാണാൻ പറ്റത്തില്ല. വെച്ചാൽ അത്ര ഉള്ളിലാണ് ഞാൻ പുല്ലി എത്താൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുല്ലി എത്തിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമേ ഞാൻ ഇത്തിരി പുല്ലി എത്തി. അപ്പോൾ മാറ്റി വെച്ചപ്പോൾ എനിക്ക് തോന്നിയാൽ മതി, ഞാൻ അപ്പുറത്തെ സൈഡിൽ മാറി ചെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ചെത്തി. അങ്ങനെ പുല്ലി എത്തി നിറച്ചു. അപ്പം ഞാൻ ചെത്തിയ പുല്ലെല്ലാം ചാക്കിലോട്ട് കയറ്റി. അപ്പോൾ ആദ്യം ഞാൻ പുല്ലി എത്തിയ സ്ഥലത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന പുല്ല് കൊടുത്ത് ചാക്കിലോട്ട് കയറ്റി. അപ്പോൾ നമുക്ക് ചാക്ക് നിറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഒരു ഇത്തിരി ചെത്തിയേക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പം ചെത്തി നിർത്തിയെടുത്തെന്ന് അരുവ താഴത്തോട്ട് വെച്ചതും പുല്ലും കൊണ്ട് പകന് മാറ്റി. അവിടെ ഒരു വലിയൊരു പാമ്പിരിക്കുന്നു. ഞാൻ ആ അപകടത്തിൽ നിന്ന് പാമ്പിനെ കടിയേക്കാതെ എനിക്ക് അന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. ഞാൻ അവിടെ തന്നെയാണ് നേരത്തെ ആദ്യമേ മൊത്തം പുല്ലി എത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ പാമ്പിൻ്റെ കടി കിട്ടുമായിരുന്നു. പാമ്പിൻ്റെ കടി കിട്ടിയിരുന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അകലെ എത്താൻ പറ്റുന്ന ദൂരത്തിലൊന്നും അല്ല ഞാൻ. അവിടെ നിന്ന് ഒരു ആൾതാമസമുള്ള ഒരിടത്തേക്ക് പോകണമെങ്കിൽ തന്നെ 2 കിലോമീറ്ററോളം പോകണമായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് പറയാൻ മറ്റൊരു സാക്ഷ്യം രോഗസൗഖ്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തുമ്മൽ അലർജിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. കൃപാസന ഉടമ്പടി എടുത്ത് എപ്പോഴാണോ മാറിയെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം എപ്പോഴാണ് നിന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാം, എനിക്ക് ആ തുമ്മൽ അലർജി ഇല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ആ തുമ്മൽ അലർജി ഇല്ല. ഇപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും, എടാ നിൻ്റെ തുമ്മൽ മാറിയോ എന്ന്. ടിജോ ഇപ്പോൾ രാവിലെ നിൻ്റെ തുമ്മലൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ തന്നെ ഓർക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഞാൻ ഓർക്കുന്നത്. എൻ്റെ അലർജി മാറ്റിത്തന്ന ദേവമാതാവിന് നന്ദി പറയുന്നു. കൂടാതെ മറ്റൊന്ന്, എൻ്റെ മൂക്കിൻ്റെ പാലം ചെറുതായിട്ട് വളഞ്ഞായിരുന്നു ഇരുന്നേച്ചത്.
അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്കൊരു സർജറി ചെയ്യേണ്ടി വരും, നമുക്ക് പതുക്കെ ഒരു സർജറി ചെയ്യേണ്ടി, ഈ ശ്വാസം മുട്ട് കൂടുതലാകുവാണെങ്കിൽ നമുക്കൊരു സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു ഇരുന്നേച്ചത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടില്ല. എൻ്റെ പാലത്തിൻ്റെ വളവിൻ്റെ പ്രശ്നം എന്നെ അധികം ബാധിക്കാറില്ല. ഇപ്പോൾ അതുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല, പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ശ്വാസം എടുക്കുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചോളൂ. എനിക്ക് സ്രാവരോഗമുള്ളവർ എപ്പോഴും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞ് പിന്നെ വെള്ളം വരുമായിരുന്നു അവിടം വഴി. അപ്പോൾ ഒരു ദിവസം ഞാൻ എപ്പോഴും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഭയങ്കര ചൊറിച്ചിലായിട്ട് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. അതിനുശേഷം ആ സ്രാവരോഗം നിന്നു. ഇപ്പം എല്ലാം നോർമലായി. കൃപാസന മാതാവ് വഴി ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ദൈവ തിരുക്കുമാരന് നന്ദി പറയുന്നു.